ലോകകപ്പ് ആവേശമൊക്കെ പതിയെ കെട്ടടങ്ങി തുടങ്ങുന്നു. ഇനി ക്ലബ് ഫുട്ബോളിനായുള്ള കാത്തിരിപ്പാണ്. എന്നാൽ ഇതിന് രണ്ടിനുമിടയിൽ അഡ്രിനാലിൻ റഷ് തരുന്ന മറ്റൊരു സംഭവം കൂടി അരങ്ങേറുന്നുണ്ട്. യെസ്, ട്രാൻസ്ഫർ വിൻഡോ. ബിഗ് പ്രൈസ് ബൈ മുതൽ ലാസ്റ്റ് മിനിറ്റ് ഹൈജാക്ക് വരെയായി ഒരു സീറ്റ് അടിച്ച് മാസ് മസാല സിനിമ അനുഭവം നൽകുന്ന ഒരു പ്രോസസ്സ്. ലോകകപ്പിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന മാന്ത്രികതയിൽ നമ്മൾ വിട്ടുപോയ ചില ലാലിഗ ഡീലുകൾ ഏതൊക്കെയാണ്? അവസാനവട്ട ചർച്ചകളിൽ എത്തി നിൽക്കുന്ന കൂടുമാറ്റങ്ങൾ ഏതെല്ലാം പരിശോധിക്കാം. റയൽ മാഡ്രിഡ് ലോകകപ്പിനിടെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഏറ്റവും സജീവമായവരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ഒന്നാമതുള്ള പേര് സ്പാനിഷ് വമ്പന്മാരുടേതാണ്. വിനിയും എംബാപ്പയും ജൂഡ് ബെല്ലിംഗ്ഹാമും അടക്കമുള്ള സൂപ്പർ താരങ്ങളൊക്കെ അണിനിരന്നിട്ടും ഒരൊറ്റ ട്രോഫി പോലും കഴിഞ്ഞ സീസണിൽ ബെർണാബ്യൂവിൽ എത്തിയിരുന്നില്ല. ഇതിന് പരിഹാരം കാണാൻ ഉറച്ചാണ് പെരസ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇറങ്ങി കളിച്ചത്. 4 താരങ്ങളാണ് കഴിഞ്ഞ സീസണിന് ശേഷം റയൽ വിട്ടത്. അതിലൊത്ത പകരക്കാരെ അവർ ഇതിനോടകം ടീമിൽ എത്തിക്കുകയും ചെയ്തു. റൈറ്റ് ബാക്ക് റോളിൽ കാർവഹാലിന് പകരം ഡെൻസൽ ഡംഫ്രീസ്, സെന്റർ ബാക്കിൽ അലാബക്ക് പകരം ഇബ്രാഹിം കൊനാറ്റ, ലെഫ്റ്റ് ബാക്കിൽ ഫ്രാങ്ക് ഗാർഷ്യ ടീം വിട്ടപ്പോൾ ചാമ്പ്യന്മാരായ സ്പെയിനിൽ നിന്നും മാർക്ക് കുക്രയെ ടീമിലെത്തിച്ചു. മിഡ്ഫീൽഡിൽ ഡാനി സബയോസിന് പകരം എത്തിച്ചതാകട്ടെ മുൻ സിറ്റി താരം ബെർണാഡോ സിൽവയെയും. അറബ് ലോകകപ്പ് പിന്നാലെ ചുമതലയേറ്റ ഹോസെ മൗറിനോയ്ക്ക് കീഴിൽ ഒരു മാസ് കംബാക്കിന് തന്നെയാണ് റയൽ ലക്ഷ്യമിടുന്നത്. എണ്ണം പറഞ്ഞ 2 അസിസ്റ്റ് അടക്കം ഒരു കംപ്ലീറ്റ് ഫുൾ ബാക്ക് പെർഫോമൻസുമായാണ് മാർക്ക് കുക്രയ ലോകകപ്പ് അവസാനിപ്പിക്കുന്നത്. ഡെംബലെ ഉൾപ്പെടെയുള്ള അതിവേഗക്കാരെ ലോകകപ്പിൽ തടഞ്ഞു നിർത്തിയ താരത്തിന്റെ പ്രകടനം വരും സീസണിൽ റയലിന് പ്രതീക്ഷ നൽകുന്നു. റൗണ്ട് ഓഫ് 32 പുറത്തായെങ്കിലും 4 മത്സരങ്ങളിൽ നിന്ന് 2 അസിസ്റ്റ് സ്വന്തമാക്കി ഡച്ച് താരം ഡംഫ്രീസും നല്ലൊരു ലോകകപ്പ് കളിച്ചാണ് വരുന്നത്. ബെർണാഡോ സിൽവ, കൊനാറ്റെ എന്നിവർക്ക് അത്ര നല്ലൊരു ലോകകപ്പ് ആയിരുന്നില്ലെങ്കിലും ഒരു ബാക്കപ്പ് എന്ന നിലയിൽ ഇരുവരും റയലിന് മുതൽക്കൂട്ടാവുമെന്ന് ഉറപ്പാണ്. ലോകകപ്പിൽ നിറഞ്ഞാടിയ എംബാപ്പയും വിനിയും ബെല്ലിംഗ്ഹാമും എല്ലാം അതേ ഫോം ക്ലബിൽ തുടരുക കൂടി ചെയ്താൽ യൂറോപ്പിൽ റയലിനെ തടയാൻ എതിരാളികൾ പാടുപെടുമെന്ന് ഉറപ്പാണ്. ലോകകപ്പിൽ അസിസ്റ്റുകളുടെ റെക്കോർഡ് തൂക്കിയ മൈക്കൽ ഒലീസിയെ ടീമിലെത്തിക്കാൻ റയൽ നീക്കങ്ങൾ നടത്തുന്ന വാർത്തകൾ കഴിഞ്ഞ സീസൺ അവസാനത്തോടെ തന്നെ സജീവമാണ്. നിലവിലെ മാർക്കറ്റ് ഇൻഫ്ലേഷൻ വെച്ച് ഒരുപക്ഷെ റെക്കോർഡ് ട്രാൻസ്ഫർ ആകാൻ സാധ്യതയുള്ള ഈ നീക്കത്തെ പറ്റി ഇതുവരെ 2 ടീമിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഒന്നും വന്നിട്ടില്ല. എന്നിരുന്നാലും 3ഓളം താരങ്ങൾ ഇനിയും റയൽ വിടുമെന്ന വാർത്തകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ റയൽ ഒലീസയ്ക്ക് വേണ്ടി കളത്തിലിറങ്ങാതെ പുറത്തിരിക്കുമെന്ന് കരുതാൻ വയ്യ. 8 ലോക ചാമ്പ്യന്മാരുമായി പുതിയ സീസൺ ഒരുങ്ങുന്ന ബാർസലോണയും 2 നീക്കങ്ങൾ ഇതിനോടകം നടത്തി കഴിഞ്ഞു. ഒന്ന് ലോകകപ്പ് സെമി ഫൈനലിസ്റ്റായ ആന്റണി ഗോർഡൻ, മറ്റൊന്ന് ജർമ്മൻ താരം കരീം അഡൈമി. ലെമീൻ യമാൽ റഫീനിയ കോംബോ പോലെ ഒരു സ്പീഡി വിങ്ങർ ബാക്കപ്പ് കോംബോ കൂടി സെറ്റ് ചെയ്യുക എന്നത് തന്നെയായിരുന്നു ഇതിലൂടെ ബാർസ കണ്ട ലക്ഷ്യം. പാർട്ട് ടൈം സ്ട്രൈക്കറായി അഡൈമി കളിക്കുമെങ്കിലും റോബർട്ട് ലെവൻഡോസ്കിക്ക് ഒരു റീപ്ലേസ്മെന്റ് തിരയുകയാണ് ബാർസ ഇപ്പോൾ. പ്രഥമ ചോയ്സായി അൽവാരസ് ഇപ്പോഴും തുടരുന്നുവെന്ന വാർത്ത ബാർസ പ്രസിഡന്റ് ലെപ്പോർട്ട പറയുമ്പോഴും താരത്തെ ഒരു നിലക്കും വിട്ടു നൽകില്ലെന്നാണ് അത്ലറ്റിക്കോയുടെ നിലപാട്. വിക്ടർ ഓഷിമേന്റെ പേര് പറഞ്ഞു കേട്ടിരുന്നെങ്കിലും ഉയർന്ന പ്രതിഫലം എന്ന കാരണം കൊണ്ട് ഒരുപക്ഷെ പരിഗണിക്കാനിടയില്ല. ഡിഫൻസിൽ ശക്തി പകരാൻ ഇന്റർ മിലാനിൽ നിന്നും ബാസ്റ്റോനെ എത്തിക്കുമെന്ന് വാർത്തകൾ നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ അവസാന ഘട്ടത്തിൽ ആ വാർത്ത എങ്ങും കേൾക്കാൻ പോലുമില്ല. ഡുസാൻ വ്ലാഹോവിച്ചിന്റെ പേര് ബാർസയുമായി ബന്ധിപ്പിച്ച് ഉയരുന്നുണ്ടെങ്കിലും അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ഒരു സ്ഥിരീകരണവും വന്നിട്ടില്ല. കഴിഞ്ഞ സീസണിൽ ലോണിൽ ടീമിലെത്തിയ മാർക്കസ് റാഷ്ഫോർഡിനെ ടീം നിലനിർത്തുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതിന് പകരം യുണൈറ്റഡ് ചോദിച്ച തുകയിൽ ക്ലബ് തൃപ്തരായിരുന്നില്ല. അതിന് പകരമാണ് മറ്റൊരു ഇംഗ്ലീഷ് വിംഗറായ ഗോർഡനെ ബാർസ ടീമിലെത്തിച്ചത്. 3 അസിസ്റ്റും 1 ഗോളുമായി ഇംഗ്ലീഷ് സെമി ഫൈനൽ യാത്രയ്ക്ക് പിന്നിൽ ഗോർഡന്റെ കൃത്യമായ പങ്കുണ്ട്. 25-കാരനായ താരത്തെ ടീമിൽ എത്തിക്കുന്നത് വഴി ഒരു ലോങ് ടേം പ്രൊജക്ട് കൂടിയാണ് ബാർസ ലക്ഷ്യം വെക്കുന്നത്. സ്പെയിനിലും അർജന്റീനയിലുമായി 10ഓളം ലോകകപ്പ് ഫൈനലിസ്റ്റുകളുള്ള അത്ലറ്റിക്കോ മാഡ്രിഡും ഒരു മികച്ച സീസൺ മുന്നിൽ കണ്ടുള്ള ഒരുക്കങ്ങളിലാണ്. അൽവാരസിനെ മുൻനിർത്തിയുള്ള പദ്ധതികൾ തന്നെയാണ് സിമിയോണി ആസൂത്രണം ചെയ്തത്. ടീമിൽ പുതുതായി എത്തിയ ഗ്രിമാൾഡോ, മോർട്ടൻ ഹ്യൂലാൻഡ് എന്നിവരുടെ റോളുകളും അതിനിർണായകമാകും. ലോകകപ്പിൽ കുക്കുറയുടെ മിന്നും ഫോം കാരണം ഗ്രിമാൾഡോക്ക് അവസരം ലഭിച്ചില്ലെങ്കിലും സാബിറയിലും അതിനുശേഷവും താരം ലെവർകൂസനിൽ നടത്തിയ പ്രകടനങ്ങളിൽ തന്നെയാണ് അത്ലറ്റിക്കോയുടെ പ്രതീക്ഷകൾ. ടോപ്പ് യൂറോപ്യൻ ടീമുകളുടെ റഡാറിലുണ്ടായിരുന്ന സ്പോർട്ടിംഗ് താരം മോർട്ടൻ ഹ്യൂലാൻഡിനെ സിമിയോണി ടീമിലെത്തിച്ചത് കൃത്യമായ പ്രൊജക്ടിന്റെ ഭാഗമായാണ്. ഏതാണ്ട് 40 ദിവസത്തോളമുണ്ട് ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കാൻ. 25 ദിവസത്തിനുള്ളിൽ ലാലിഗ തുടങ്ങുകയും ചെയ്യും. എന്തായിരിക്കും ഓരോ ടീം ക്യാമ്പിലും നടക്കുന്ന അവസാന റൗണ്ട് ചർച്ചകൾ? ഞെട്ടിക്കൽ ട്രാൻസ്ഫർ നീക്കങ്ങൾ ഇനിയും വരാനുണ്ടോ? കാത്തിരിക്കാം.